ഇനി നമ്മൾ പഠിക്കാൻ പോണത് ദകാരാന്ത ത്രിലിംഗകഃ യുഷ്മത് ശബ്ദ. എന്തുകൊണ്ട് നമ്മൾ ഇത് മാത്രം പ്രത്യേകം എടുത്ത് പഠിക്കുന്നു? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് പരീക്ഷയ്ക്ക് ആവശ്യമാണ്, രണ്ടാമത് ഇത് ജീവനെ ആവശ്യകം. പരീക്ഷയ്ക്ക് വേണ്ടി അല്ല ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് ഇതൊക്കെ. അതുകൊണ്ട് എന്നോട് അത് ഞാൻ ആദ്യം പറഞ്ഞു അസ്മത് ശബ്ദങ്ങൾ. ഇനി നമുക്ക് ദകാരാന്ത യുഷ്മത് ശബ്ദയാണ്. ഇതും ത്രിലിംഗകയാണ്. കാരണം എന്താ? ഇപ്പൊ നളിനി ഭഗിനിയോട് ഞാൻ പറയുകയാണെങ്കിലും നിങ്ങൾ എന്ന് പറയും, ജോജു മഹോദയോട് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുക, അല്ലെ? അതുപോലെ നളിനി മഹോദയും ജോജു മഹോദയും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരോടെന്ന് പറയും. അവിടെ സ്ത്രീലിംഗോ പുല്ലിംഗോ നപുംസകലിംഗോ എന്നുള്ള ഭേദമില്ലാത്തത് കൊണ്ട് ഇതും ത്രിലിംഗകഹയാണ്. യുഷ്മദ് ശബ്ദഹേ ത്രിലിംഗകഹയാണ്. ഇത് ദകാരാന്തമാണ് കേട്ടോ. ദകാരാന്ത ത്രിലിംഗകഃ യുഷ്മത് ശബ്ദ. ദകാരാന്ത ത്രിലിംഗകഃ യുഷ്മത് ശബ്ദ. സപ്തവിഭക്തികൾ നമുക്ക് പറഞ്ഞു പഠിക്കാം. ആദ്യം ഒന്ന് ഞാനത് മുഴുവൻ ഒന്ന് പറയട്ടെ. ത്വം യുവാം യൂയം, ത്വാം ത്വാ യുവാം വാം യുഷ്മാൻ വഹ, ത്വയാ യുവാഭ്യാം യുഷ്മാഭിഹി, തുഭ്യം തേ യുവാഭ്യാം വാം യുഷ്മഭ്യം വഹ, ത്വത് യുവാഭ്യാം യുഷ്മത്, തവ തേ യുവയോഹോ വാം യുഷ്മാകം വഹ, ത്വയി യുവയോഹോ യുഷ്മാസു. ഇവിടെയും ദ്വിതീയയിലും ചതുർത്ഥിയിലും ഷഷ്ടിയിലും ഓരോ വചനത്തിനും രണ്ട് രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുണ്ടല്ലോ. അപ്പൊ ത്വാം എന്ന് പറയുന്ന പകരം ത്വാ എന്ന് പറഞ്ഞാലും അർത്ഥം സമാനമേവ. യുവാം വാം യുഷ്മാൻ വഹ, അതുപോലെ തുഭ്യം തേ യുവാഭ്യാം വാം യുഷ്മഭ്യം വഹ, തവ തേ യുവയോഹോ വാം യുഷ്മാകം വഹ, ഒരേ അർത്ഥമാണ്. അപ്പൊ തേ വാം വഹ ചതുർത്ഥി അർത്ഥം വരാം, ഷഷ്ടി അർത്ഥം വരാം, വാമും വഹയ്ക്കും ദ്വിതീയ അർത്ഥവും വരാം. അത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കണം അർത്ഥം. അപ്പൊ ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങളും വരാം. അതെന്താണ് സന്ദർഭം അനുസരിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കണം. ത്വം യുവാം യുവയം, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ എല്ലാവരും, അല്ലെ? അപ്പൊ ത്വം പഠിഷ്യസി, യുവാം പഠിഷ്യതഃ, യൂയം പഠിഷ്യന്തി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ. ത്വം യുവാം യുവത്തിന്റെ അർത്ഥം അറിയാത്ത ആരും ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ത്വാം വരുമ്പോ കുറച്ച് കുഴപ്പിക്കും. ത്വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങളോട് എന്നർത്ഥം, അല്ലെ? നിങ്ങളോട്, അതിനോട്, അതിലേക്ക്, അതിലേക്ക് അതിനോടെന്നും, അതിനെ അതിനോട് അതിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ അർത്ഥം വരാം. നിങ്ങളെ, അതിനെ, അതിനോട്, നിങ്ങളോട്, നിങ്ങളിലേക്ക് എന്നുള്ള അർത്ഥം വരാം. മൂന്നർത്ഥങ്ങളും വരാം. നമാമി ത്വാം, നമാമി കമലാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ നമിക്കുന്നു എന്നുള്ളൊരു ഗീതമുണ്ട്. നമാമി ത്വാം, നമാമി കമലാം, അവിടെ നിങ്ങളെ എന്നുള്ള അർത്ഥം. വന്ദേ ത്വാം ഭൂദേവിം ആര്യമാതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതരം എന്ന് പറഞ്ഞാൽ ദ്വിതീയ വിഭക്തിയാണ്, അല്ലെ? മാതരം ദ്വിതീയ വിഭക്തി. അപ്പൊ വന്ദേ ത്വാം ഭൂദേവിം, ത്വാം എന്നവിടെ വന്നത് എന്തുകൊണ്ടാണ് ത്വാം എന്ന് വന്നത്? ത്വാം ദ്വിതീയ വിഭക്തിയാണ്. വന്ദേ ത്വാം ഭൂദേവിം ആര്യമാതരം. വന്ദേ എന്ന് എന്തുകൊണ്ടാണ് വന്നേ? ആത്മനേപതിയാണ്. അഹം വന്ദേ എന്നുള്ള അർത്ഥം അവിടെ വരും. ത്വം എന്നുള്ളത് യാതൊരുവിധ ബഹുമാന ലോപവും ഇല്ല കേട്ടോ. അപ്പൊ ഭവാൻ എന്ന് പറയണതും ത്വം എന്ന് പറയണതും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. സംസ്കൃതത്തിൽ നീന്നോ താങ്കളെന്നോ പറയണ ആ ഒരു വ്യത്യാസം ഇല്ല. ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അർത്ഥമാണ്, നല്ല ബഹുമാനത്തിലുള്ള അർത്ഥം തന്നെയാണ്. ഒരു ബഹുമാന ലോപം അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ത്വമേവ മാതാച്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. ഇത് പാണ്ഡവഗീതയിൽ ഗാന്ധാരി കൃഷ്ണനോട് പറയണമെന്ന് ചിലയിടത്ത് വായിച്ചിട്ടുണ്ട് ഞാൻ. വേറെ ചില സ്ഥലത്താണെന്നും ഇത് അർത്ഥമുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ത്വമേവ മാതാച്ച പിതാ ത്വമേവ, ത്വമേവ നീ തന്നെയാണ് എൻ്റെ മാതാവും പിതാവും.
നീ തന്നെയാണ് എൻ്റെ ബന്ധുശ്ച സഖാത്വമേവ. ബന്ധുശ്ച സഖാത്വം എന്ന് പറഞ്ഞാൽ ബന്ധുവും സഖാവുമാണ് നീ തന്നെ. സഖാവ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാവ് എന്നല്ല അർത്ഥം. കൃഷ്ണനും അർജുനനും കൃഷ്ണനെ സഖാവ് എന്നാ വിളിക്കണേ. അപ്പൊ കോമറേഡ് എന്നർത്ഥം, അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ സഖാവ് എന്നുള്ളതല്ല അർത്ഥം. ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, നീയാണ് വിദ്യയും ധനവും. ത്വമേവ സർവം മമ ദേവദേവ, നീയാണ് എൻ്റെ എല്ലാം, എൻ്റെ സർവവും ദേവദേവ. ത്വം ഏവ എന്ന് അവിടെ പറയണേ. അപ്പൊ ത്വം എന്നുള്ളത് നീ തന്നെ എന്നാണ് അർത്ഥം. അവിടെ യാതൊരുവിധ ബഹുമാന ലോപവുമില്ല. ത്വയാ യുവാഭ്യാം യുഷ്മാഭിഹി. അപ്പൊ ത്വയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃതീയാ വിഭക്തി വരും. തുഭ്യം തേ യുവാഭ്യാം വാം യുഷ്മഭ്യം വഹ. തുഭ്യം നമഃ. നമഃ എന്നുള്ളത് വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചതുർത്ഥി വിഭക്തിയെ വരുള്ളൂ. അവിടെ തുഭ്യം നമഃ എന്ന് പറയും. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭാഗവതത്തിൽ നിന്നുള്ള ഒരർത്ഥം, ഒരു വാക്യമാണത്. ഇവിടെ ഭാഗവതം പഠിക്കുന്നതും ആയിട്ടുള്ള പല വിദ്യാർത്ഥികളും ഉണ്ട്. പ്രായമുള്ള വിദ്യാർത്ഥികളാട്ടോ, നമ്മുടെ നളിനി ചേച്ചിയൊക്കെ ഭാഗവതം പഠിക്കുകയാണ്. അപ്പൊ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, അതായത് തുഭ്യം എന്ന് പറഞ്ഞാൽ നിനക്കായിക്കൊണ്ട് എന്നുള്ള അർത്ഥം. നിനക്കായിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ് തുഭ്യം. ആയിക്കൊണ്ട് ചതുർദീച. അപ്പൊ നിനക്കായിക്കൊണ്ട് അങ്ങനെ വരിക, തുഭ്യം എന്ന് വരും. അപ്പൊ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, നിനക്കായിക്കൊണ്ട്. നമസ്തേ എന്ന് പറഞ്ഞ എന്താ? ഇത്തേ എന്ന് പറഞ്ഞത് തുഭ്യം എന്നാണ്. അപ്പൊ നിനക്കായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥമാണ്. അതാണ് ഈ നമസ്തേ എന്ന് പറയണത്. നമസ്തേ എന്ന് പറയണത് ആ തുഭ്യം എന്നുള്ള അർത്ഥത്തിലുള്ള തേ ആണ് നമസ്തേ. അതായത് നിനക്കായിക്കൊണ്ട് നമഃ, അതാണ് നമഃ തേ, നമസ്കാരം. നമഃ തേ, അതാണ് നമസ്തേ എന്ന് വരുന്നത്. പഞ്ചമി ത്വത്ത് യുവാഭ്യാം യുഷ്മത്ത്, നിന്നിൽ നിന്ന്, നിങ്ങൾ രണ്ടുപേരിൽ നിന്ന്, നിങ്ങൾ എല്ലാവരിൽ നിന്ന്. ത്വത്ത് സ്വീകരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് സ്വീകരിക്കൂ എന്നർത്ഥം. ത്വത്ത് സ്വീകരോ, ത്വത്ത് സ്വീകരോ, അഹം ത്വത്ത് സ്വീകരോ ഞാൻ, ഞാൻ നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നർത്ഥം. തവ തേ യുവയോഹോ വാം യുഷ്മാകം വഹ. തവ ദേശം ഭാരതം എന്ന് പറഞ്ഞാൽ നിന്റെ ദേശം ഭാരതം എന്നർത്ഥം. യുവയോഹ ദേശം ഭാരതം എന്ന് പറഞ്ഞാൽ യുവയോഹ രാഷ്ട്രം ഭാരതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും രാഷ്ട്രം ഭാരതം എന്നർത്ഥം. യുഷ്മാകം രാജ്യം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും രാജ്യം കേരളം എന്നർത്ഥം. രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം എന്നർത്ഥം ഇവിടെ വരും. യുവയോഹോ ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഷ എന്താണ്? ഭാഷ കാ എന്നാ ചോദിക്കുക. കാരണം എന്താ? ഭാഷ സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് കാ എന്ന് പറയാം. ഉത്തരം ചിലപ്പോൾ സംസ്കൃതം എന്നായിരിക്കും, പക്ഷെ യുവയോഹോ ഭാഷ കാ എന്നാ ചോദിക്കുക. വഹ ദേശ കഹ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വഹ യുഷ്മാകം ദേശ കഹ എന്ന് ചോദിക്കുന്നതിന് പകരം പ്രൗഢ സംസ്കൃതത്തില് വഹ ദേശ കഹ എന്നും ചോദിക്കാം. വഹ ദേശ കഹ എന്നും ചോദിക്കാം. പ്രൗഢ ഭാഷയിൽ പറയണമെന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ യുഷ്മാകം ദേശ കഹ എന്ന് ചോദിച്ചാലും മതി, അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ വരുന്ന വഹ ദേശ കഹ എന്ന് ചോദിച്ചാലും മതി. ത്വയി യുവയോഹോ യുഷ്മാസു, അതാർത്ഥം എന്താ? ത്വയി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ, നിങ്ങൾ രണ്ടുപേരിൽ, നിങ്ങളെല്ലാവരിലും എന്നർത്ഥം. ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തിരചഞ്ചല. ദേഹിമേ കൃപയാ ശംഭോ ത്വയിർഭക്തി ത്വയി ഭക്തിരചഞ്ചല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നിലുള്ള അചഞ്ചലമായ ഭക്തി തന്നാലും, എനിക്ക് നിന്നിലുള്ള അചഞ്ചലമായ ഭക്തി, ത്വയിർഭക്തി അചഞ്ചല, ഭക്തി തന്നാലും എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കണ വാക്യം എന്താ? ഐ ലവ് യു എന്നാണ്, അല്ലെ? ഐ ലവ് യു എല്ലാവർക്കും അറിയണ ഒരു വാക്യമാണ്. അതെങ്ങനെ സംസ്കൃതത്തിൽ പറയാ? അഹം ത്വയി
സ്നിഹ്യാമി എന്നാണ് പറയുക. കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്നിഹ്യതി അസ്നിഹ്യ ധാതു വരുമ്പോ അവിടെ സപ്തമി ഉപയോഗിക്കണം. അപ്പൊ എനിക്ക് നിന്നിൽ സ്നേഹമുണ്ട് എന്നാണ് വരിക. അപ്പൊ അവിടെ ഐ ലവ് യു എന്ന് പറയുമ്പോ അഹം ത്വയി സ്നിഹ്യാമി എന്നാ പറയുക. എനിക്ക് അഹം നിന്നിൽ സ്നേഹമുണ്ട്. അപ്പൊ എനിക്ക് നിന്നിൽ സ്നേഹമുണ്ട് എന്നുള്ളത് അഹം ത്വയി സ്നിഹ്യാമി. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു 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 വാക്യമാണ് ഐ ലവ് യു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അഹം ത്വയി അഹം യുവയോഹോ സ്നിഹ്യാമി എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് നിങ്ങൾ രണ്ടുപേരിലും സ്നേഹമുണ്ടെന്നാണ്. അഹം യുഷ്മാസു സ്നിഹ്യാമി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, എനിക്ക് നിങ്ങൾ എല്ലാവരിലും സ്നേഹമുണ്ട് എന്നർത്ഥം. അഹം സ്നിഹ്യാമി, വയം യുഷ്മാസു സ്നിഹ്യാമഹ എന്ന് പറയണം. കാരണം എന്താ, വയം എന്ന് പറയുമ്പോ സ്നിഹ്യാമഹ എന്ന് വരും, ആവാം എന്ന് വരുമ്പോ സ്നിഹ്യാവഹ എന്ന് വരും, അഹം എന്ന് വരുമ്പോ സ്നിഹ്യാമി എന്ന് വരണം. കാരണം എന്താ, കർത്തൃപദവും ക്രിയാപദവും ഒരേ വചനത്തിലായിരിക്കും എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ